പറയും നമുക്ക് 20 ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യനിൽ 15 മിനിറ്റ്സ് ആണ് 20 ക്വസ്റ്റ്യന്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്നത് 45 സെക്കൻഡേ കിട്ടത്തുള്ളൂ. ഓക്കെ, ആ 45 സെക്കൻഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഈ മെറ്റീരിയൽസ് എനിക്ക് കിട്ടിയത് OITയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ നമ്മുടെ OITയുടെ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ കളക്ട് ചെയ്തെടുത്താണ്. നമുക്കിന്ന് ഇന്നത്തത് നമുക്ക് കിട്ടിയേക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ബേൺസിനെ കുറിച്ചാണ്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാർക്കിൻസോണിസം എക്സാമ്പിളാണ്. ചിലപ്പോൾ പാർക്കിൻസോണിസം കിട്ടും, സീഷേഴ്സ് കിട്ടാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിനെ കുറിച്ചായിരിക്കും, ട്രക്കോസ്റ്റമിയോ അല്ലെങ്കിൽ ബെഡ് സോർ മാനേജ്മെൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻസിനെ കുറിച്ചായിരിക്കും നമുക്ക് സാധാരണയായിട്ട് കിട്ടാറുള്ളത്. അത് ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് ബി, അതുപോലെ തന്നെ ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി എന്നിങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടത് ടെക്സ്റ്റ് ഇങ്ങനെ കിട്ടുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ടേബിൾസ് പോലെ കിട്ടും. അതുപോലെ തന്നെ ഗ്രാഫിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടുമ്പം ചില സമയത്ത് നമ്മുടെ ഈ ഗ്രാഫൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് താഴെയായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും അവർ, അല്ലെങ്കിൽ സൈഡ് പോർഷനിലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പം അതൊക്കെ ചിലപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരാറുണ്ട്. നമ്മൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഇപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബേൺസിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം തന്നെ ബേൺസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. അപ്പോൾ ഈ നോക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു പോകുന്നത് വളരെ ഹെൽപ്ഫുള്ളാവും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേൺസ് ഡെപ്ത്ത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് എയിൽ പറയുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് ബേൺസിനെ കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺസ് എന്താണെന്നും പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ബേൺസ് ഡെപ്ത്ത് അണ്ടർലൈൻ ചെയ്യുക. സൂപ്പർഫിഷ്യൽ തിക്ക് ബേൺസ് ഓൾസോ it is also known as a first and second degree. Then full thickness burns is also known as a third degree. Mixed depth burns. ഇത് അണ്ടർലൈൻ ചെയ്തു. ടെക്സ്റ്റ് ബിയിൽ പോകുന്നു. ടെക്സ്റ്റ് ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഫ്ലൂയിഡ് റെസിസ്റ്റേഷനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ അഡൽട്ടിന് എങ്ങനെയോ ചൈൽഡിന് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മളിത് രണ്ടും അണ്ടർലൈൻ ചെയ്യുന്നു. റെസിസ്റ്റേഷൻ ഫ്ലൂയിഡ് അലോൺ അത് അണ്ടർലൈൻ ചെയ്യുന്നു. റെസിസ്റ്റേഷൻ ഫ്ലൂയിഡ് എബവ് ദ പ്ലസ് മെയിൻ്റനൻസ് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ടെക്സ്റ്റ് സിയിൽ പോകുന്നു. മാനേജ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. മാനേജ്മെൻറ്റ് ഫോർ ബേൺസ് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുന്നു. ടെക്സ്റ്റ് ഡിയിൽ അഡൽട്ട് അനാജസിക്സ് ഗൈഡ് ലൈൻ ആണ്. അപ്പം ഇവിടെ കൊടുത്തേക്കുന്ന മൈൽഡ് പെയിന്, മോഡറേറ്റ് പെയിന്, സിവിയർ പെയിൻ സ്കോർ ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ പീഡിയാട്രിക് അനാജസിക്സ് ഗൈഡ് ലൈന്, പാരസിറ്റമോളിൻ്റെ കാര്യം, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, ഓപ്പിയോയിഡ്സ്, ഇത് ഇത്രയും നമ്മളിങ്ങനെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. അത് നമ്മുടെ കണ്ണിൽ കാണുന്നത് ആദ്യത്തെ വേർഡുകൾ നമ്മളിങ്ങനെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ നമുക്കിങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. 1 to 1 2 3 4 5 ക്വസ്റ്റ്യൻസ്. ഈ 5 ക്വസ്റ്റ്യൻസിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് 1 to 5 അല്ലെങ്കിൽ 1 to 7 ആയിരിക്കും ചിലപ്പോൾ കിട്ടാറുള്ളത്. നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഏത് പാരയിലാണ് അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം. എയിലാണോ ബിയിലാണോ സിയിലാണോ ഡിയിലാണോ എന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ ഇപ്പം മെൻഷൻ ചെയ്യുക. ഇപ്പോൾ എയിലാണെങ്കിൽ എ എന്ന് നമുക്കിവിടെ എഴുതാം, ബി ആണെങ്കിൽ ബി, അങ്ങനെ നമ്മൾ 5 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. നോക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് 6 തൊട്ട് 7 8 9 10
10, 11, 12, 13 ക്വസ്റ്റ്യൻസ്. ഈ 13 ക്വസ്റ്റ്യൻസും നമുക്ക് ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ നമ്പറോ അല്ലെങ്കിൽ ഫ്രേസസോ നമുക്ക് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസർ നമുക്കിവിടെ വരത്തില്ല. മാക്സിമം ഒരു 2 വേർഡ് അത്രയും ഉണ്ടാവുള്ളൂ. 2 വേർഡ്സാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അതൊരു നമ്പർ ആകാം, അതല്ലെങ്കിൽ ഒരു വേർഡായിരിക്കാം. എന്ത് വേണമെങ്കിലും അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ 14 തൊട്ട് 20 വരെയും അതേപോലെ തന്നെ നമ്പേഴ്സോ ഫ്രേസസോ ഷോർട്ട് ഫ്രേസസോ അല്ലെങ്കിൽ വേർഡോ ആയിരിക്കും നമ്മൾ അതിവിടെ മെൻഷൻ ചെയ്യണം. അതാണ് നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ചെയ്യാം. ഓക്കെ, യൂഷ്വലി ഞാൻ ചെയ്യുന്നത് 6 തൊട്ട് അല്ലെങ്കിൽ 8 തൊട്ട് നമ്മൾ ഇപ്പം 6 തൊട്ടാണ് ഞാൻ സാധാരണ ചെയ്തു വരുന്നത്. ബാക്കി ഈ 1 to 5 വരെ ഞാൻ ലാസ്റ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അത് വളരെ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടൈം സേവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 6 തൊട്ടാണ്. നമുക്ക് 6ൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. Classification of burn injuries depending on the amount of dash cost. ഓക്കെ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺസ് ഇഞ്ചുറി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എമൗണ്ട് ഓഫ്, എന്തോ ഒരു എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ആ വേർഡ് ഇവിടെ എഴുതണം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നമ്മൾ എവിടെയാണ് കണ്ടത്? ടെക്സ്റ്റ് എയിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് കണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നല്ലോ, ക്ലാസിഫിക്കേഷൻ കിട്ടിയപ്പോൾ തന്നെ ഈ വേർഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെക്സ്റ്റ് എയിലോട്ട് പോകാം. ഓക്കെ, ടെക്സ്റ്റ് എ കണ്ടു. ദ ബേൺസ് ഇഞ്ചുറീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഹൗ മച്ച് ടിഷ്യൂ ഡാമേജ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, ഹൗ മച്ച് ടിഷ്യൂ ഡാമേജ് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ നമുക്ക് കിട്ടി ടിഷ്യൂ ഡാമേജ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഹൗ മച്ചിൻ്റെ സിനോണിമസ് ആയിട്ട് നമ്മൾ കണ്ടത് എമൗണ്ട് ആയിരുന്നു നമ്മൾ കണ്ടത്. ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺസ് ഇഞ്ചുറി ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡാഷ്. എമൗണ്ട് എന്നുള്ളത് ഹൗ മച്ച് ആണ്. ഹൗ മച്ച് എത്ര എന്നുള്ളതിൻ്റെ എമൗണ്ട് എന്നുള്ളത് സെയിം സിനോണിമസ് ആണ്. അപ്പോൾ ഹൗ മച്ച് ഓഫ് ടിഷ്യൂ ഡാമേജ്, നമ്മുടെ ആൻസർ ടിഷ്യൂ ഡാമേജ്. അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഇതുണ്ട്, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കത്തില്ല ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഹൗ മച്ച് എമൗണ്ട് ഓഫ് ടിഷ്യൂ ഡാമേജ് എന്ന് ഫുൾ എഴുതി വെക്കും. അങ്ങനെ എഴുതരുത്. നമ്മൾക്കിവിടെ നോക്കുക, തൊട്ട് മുമ്പിലത്തെ വേർഡ് നോക്കുക, ഹൗ മച്ച് എമൗണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ആൻസറിൽ നോക്കിക്കേ, ഹൗ മച്ച്. അപ്പോൾ ഈ ടിഷ്യൂ ഡാമിന് തൊട്ട് മുമ്പ് ഹൗ മച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസിനകത്ത് എന്തുണ്ട്? എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഹൗ മച്ച് എഴുതേണ്ട കാര്യമില്ല, ടിഷ്യൂ ഡാമേജ് എന്ന് മാത്രം എഴുതുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പേഷ്യൻസ് റിക്കവറിങ് ഫ്രം 3rd degree burns are likely to experience a great deal of shrinkage and dash of their skin. Patients recovering from. അപ്പോൾ റീകവറിങ് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാനേജ്മെൻ്റ് ആണെന്ന്, അല്ലേ? റീകവറിങ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ മാനേജ്മെൻറ്റിലോട്ട് പോകാം. മാനേജ്മെൻറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? മാനേജ്മെൻറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ടെക്സ്റ്റ് സിയിൽ ജസ്റ്റ് നമ്മൾ നോക്കുക, റീകവറി എന്നുള്ള ഒരു വേർഡ് ഇവിടെ കാണുന്നുണ്ടോ എന്ന്. റീകവറി ഇല്ല. Determine blisters and application of antibiotic foam ointment on superficial applies to suitable dressing to the wound area. നമുക്കപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ടെക്സ്റ്റ് എയിലോട്ട് വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടെക്സ്റ്റ് എയിലോട്ട് പോവുക.
ഓക്കെ, ടെക്സ്റ്റ് എയിൽ കൊടുത്തിട്ടുണ്ട് recovery. Okay, superficial burns is also known as the first or second degree. Full present most burns wounds injury do not extend through all of the layer of the skin. Full thickness burns are also known as a third degree. Burns extend to the subcutaneous tissue. Underlying damage may be appear pale and blackened. Remaining skin may be dry and white, brown, black with no blister. Healing associated with the considerably contraction and scarring. Healing, നമുക്കൊരു പോയിന്റ് കിട്ടി ഇവിടെ. ഹീലിങ്ങിൻ്റെ വേറൊരു വേർഡ് എന്താണ്? റീകവറിങ്. ഓക്കെ, ഹീലാകുക അല്ലെങ്കിൽ റിക്കവർ ആകുക. അപ്പം ഹീലിംഗ് അസോസിയേറ്റഡ് വിത്ത് കൺസിഡറബിളി കൺട്രാക്ഷൻ ആൻഡ് സ്കാറിങ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ദ പേഷ്യൻസ് റിക്കവറിങ് ഫ്രം തേർഡ് ഡിഗ്രി ബേൺസ്. നമ്മൾ നോക്കി തേർഡ് ഡിഗ്രി ബേൺസ് ആണ്. അപ്പോൾ വേറൊരു ക്ലൂവും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. തേർഡ് ഡിഗ്രി ബേൺസ്. അപ്പോൾ തേർഡ് ഡിഗ്രി നോക്കുക. ലൈക്ക് എക്സ്പീരിയൻസ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഷ്രിങ്കേജ് ആൻഡ് ഡാഷ് ഓഫ് ദെയർ സ്കിൻ. ഷ്രിങ്കേജിൻ്റെ വേറൊരു മീനിങ് ആണ് കൺട്രാക്ഷൻ, മീൻസ് ചുരുങ്ങുക. ഷ്രിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ്? ചുരുങ്ങുക എന്നല്ലേ മീനിങ്. ഷ്രിങ്ക് ചെയ്യുക, ചുരുങ്ങുക. അപ്പോൾ കൺട്രാക്ഷൻ എന്ന് വെച്ചാൽ ചുരുങ്ങുക എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമുക്കവിടെ ആൻസറിൽ കിട്ടി ഷ്രിങ്കേജ്, കൺട്രാക്ഷൻ ആൻഡ് സ്കാറിങ് ഓഫ് ദെയർ സ്കിൻ. ആൻസർ ഒന്നും കൂടി നോക്കാം. നോക്കിയേ, നമ്മൾ തേർഡ് ഡിഗ്രി ബേൺസ്, നമുക്കൊരു ക്ലൂ ഉണ്ടായിരുന്നു അവിടെ. തേർഡ് ഡിഗ്രി ബേൺസ്, റിക്കവറിയുടെ വേറൊരു മീനിങ് നമുക്ക് കിട്ടി ഹീലിംഗ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്? നമ്മുടെ കൺട്രാക്ഷനെയും. ഹീലിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, അതായത് ഹീലിംഗ് അസോസിയേറ്റഡ് വിത്ത് കൺസിഡറബിൾ കൺട്രാക്ഷൻ ആൻഡ് സ്കാറിങ്. കൺട്രാക്ഷനെയും അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പേഷ്യൻസിൽ സ്കാറിങ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആൻസർ സ്കാറിങ്. Patients recovering from third degree burns are likely to experience great deal of എന്തുണ്ടാവും നമ്മുടെ ബോഡിയിൽ? ഷ്രിങ്കേജും ആൻഡ് സ്കാറിങ് ഓഫ് ദെയർ സ്കിൻ. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സിനോണിം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സ്കിം ആൻഡ് സ്കാൻ മെത്തേഡ് വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ. ഇതുപോലെ ഹീലിംഗ്, റിക്കവറിങ്ങിൻ്റെ വേറൊരു മീനിങ് ആണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. തേർഡ് ഡിഗ്രി ബേൺസ്, അത് നമുക്കൊരു ക്ലൂ ആണ്. അതുപോലെ തന്നെ ഷ്രിങ്കേജ് എന്താണ് മീനിങ്? കൺട്രാക്ഷൻ അല്ലെങ്കിൽ ചുരുങ്ങുക, അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ്. ആൻഡ് എന്താ കൂടെയുണ്ട്? സ്കാർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി സ്കാറിങ് ഓഫ് ദെയർ സ്കിൻ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വെൻ ഇവാലുവേറ്റിംഗ് മിക്സഡ് ഡെപ്ത് ബേൺസ്. അപ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടി. മിക്സഡ് ഡെപ്ത് ബേൺ ഫസ്റ്റ് ടെക്സ്റ്റിലാണുള്ളത്, ടെക്സ്റ്റ് എയിലാണുള്ളത്. യു ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഹൗ ദ ബേൺ ലുക്സ് ആൻഡ് വെദർ ദർ ഈസ് ഡാഷ് ഇൻ ദ എഫക്റ്റഡ് ഏരിയ. അപ്പോൾ നമ്മുടെ എഫക്റ്റഡ് ഏരിയയിൽ എന്തോ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മിക്സഡ് ഡെപ്ത് ബേൺസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്, നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഹൗ ദ ബേൺ ലുക്സ്, എങ്ങനെയാണ് ബേൺസ് ലുക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് വെദർ ദർ ഈസ്, എന്തോ ഒരു കാര്യവും കൂടി നോക്കണമെന്നാണ് പറയുന്നത്. അപ്പം മിക്സഡ് ബേൺസ് ഫസ്റ്റ് ടെക്സ്റ്റ് എയിലാണ് കണ്ടത്. നേരെ ടെക്സ്റ്റ് എയിലോട്ട് പോകാം. നമുക്കങ്ങനെ നേരെ ടെക്സ്റ്റ് എയിലോട്ട് പോകാം. മിക്സഡ് ബേൺസ് കണ്ടു. മിക്സഡ് ബേൺസ് നമ്മൾ കണ്ടു. Burns are frequently mixed depth. The clinician should estimate the average depth by the appearance and presence of എന്താണ്? സെൻസേഷൻ. അപ്പിയറൻസ്. നമുക്ക് ഈ അപ്പിയറൻസിന് വേറൊരു മീനിങ് എവിടെ ഉണ്ടായിരുന്നു? ഒരു സിനോണിമസ് ലുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. അപ്പം ബേൺസ് ലുക്സ് ആൻഡ് എന്തോ ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞു, പ്രസൻസ് ഓഫ് സെൻസേഷൻ. ഓക്കെ, നമ്മൾ നോക്കിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം.
evaluating mixed depth burns, you should take into account, you should estimate how the burns look in the synonymous appearance, burns appearance, and whether there is എന്തോ ഒരു കാര്യം കൂടി sensation in the affected area. അപ്പോൾ ആൻസർ sensation. Next question, you should cool burn injury by taking off any dash or jewelry that the patient is wearing. You should cool burn injury. കൂൾ എന്ന് പറയുമ്പോൾ അതൊരു മാനേജ്മെൻ്റ് ആണ് അല്ലേ, കൂൾ ചെയ്യുക ബേൺസിന്. അപ്പോൾ അതെവിടെയാണ് നമ്മൾ കണ്ടത്? മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് സിയിലാണ് കണ്ടത്. നേരെ നമ്മൾ ടെക്സ്റ്റ് സിയിലോട്ട് പോകുന്നു. ടെക്സ്റ്റ് സിയിൽ നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ബേൺസ്, അസസ് ദ പേഷ്യൻ്റ് സ്റ്റാറ്റസ്, അസസ് ദ ബേൺസ് ഡെപ്ത് ആൻഡ് എക്സ്റ്റെൻറ്റ്, കൂളിംഗ്. യെസ്, ഇവിടെ നമുക്ക് കിട്ടി കൂളിംഗ്. റിമൂവ് ജുവലറി ഓർ ഹോട്ട് ക്ലോത്തിങ്. അപ്പം നമുക്കവിടെ റിമൂവ് ജുവലറി കൊടുത്തിട്ടുണ്ട്. അപ്പം റിമൈനിങ് ഏതാണ്? ഹോട്ട് ക്ലോത്തിങ്. അപ്പം നമ്മുടെ ആൻസർ നമുക്കൊന്നും കൂടെ നോക്കാം ക്വസ്റ്റ്യനിൽ. You should cool burns injury by taking off any. Taking offിൻ്റെ അതർ മീനിങ് എന്താണ്? പാരഫ്രൈസസ് എന്താണ്? റിമൂവിങ് എന്ന് വെച്ചാൽ ടേക്കിംഗ് ഓഫ്. റിമൂവിങ് എനി, നമുക്കിവിടെ ജുവലറി എടുത്തിട്ടുണ്ട്, എനി ജുവലറീസ് ഓർ ഹോട്ട് ക്ലോത്തിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫ്രൈസസും സിനോണിമസും പാരാഫ്രൈസസും വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടെത്താനായിട്ട്. ഇപ്പോൾ ആൻസർ ഇതുപോലെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി സെക്ഷൻ 3 നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.